ഫൈസലെ എന്താ ഒരു ചാഞ്ചാട്ടം ഇങ്ങനല്ലായിരുന്നല്ല. ചാഞ്ചാട്ടം എന്ന് പറഞ്ഞാല് സുന്നി ആയാലും പിന്നെ വഹാബി ആയാലും പ്രശ്നം പറഞ്ഞു. അതായത് നീ ഇപ്പൊ ഒരു വീടുണ്ടാക്കണേ, വീടിന്റെ അടിത്തറയിൽ മണ്ണോടാണ് വീടുണ്ടാക്കിയത്. ഈ 2 നില ബിൽഡിംഗ് പൊക്കി ഉണ്ടാക്കി. എന്ത് സംഭവിക്കത്? ബിൽഡിംഗാണ് താഴെ പൊളിഞ്ഞു പോകും. അതിന് അടിത്തറ നല്ല കല്ല് നല്ല ഉഷാറ ഉണ്ടാക്കണം. എന്ത് ചെയ്യോ? അതിന് മുകളിലേക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് മാറ്റി ഇതാക്കാം. ഇനി കുറച്ച് ആ കല്ല് ആദ്യം ഉണ്ടാക്കി ശരിയില്ലെങ്കിലും അടിത്തറ ശരിയാണെങ്കിൽ നമുക്ക് ഇതേ പൊളിച്ച് വേറെ ഉണ്ടാക്കാം. അപ്പൊ അടിത്തറ എന്ത് ചെയ്യണം? അത് ശരിയാണം. സുന്നി എന്ന് പറഞ്ഞാൽ അടിത്തറ എന്താണ്? ഇത് വളരെ ക്ലിയർ ആണ്. അപ്പൊ ഈ വഹാബി എന്ന് പറഞ്ഞാൽ അടിത്തറ മണ്ണാണത്. ആ മണ്ണ് മറ്റി 10 നില ബിൽഡിംഗ് 2 നില ബിൽഡിംഗ് കെട്ടിയാൽ ഇത് കാറ്റും മഴ വന്നാൽ പൊളിഞ്ഞു പോകും. അതാണ് വിഷയം. അതുകൊണ്ട് പറഞ്ഞാൽ അടിത്തറ ശരിയാണ്, അടിത്തറ ശരിയാണെന്ന്. അടിത്തറാണ് വിഷയം. മനസ്സിലായെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ തന്നെ സുന്നികളിൽ തന്നെ AP, EK എന്തൊക്കെ വിഭാഗങ്ങളാണ് കിടക്കുന്നത്? അല്ലല്ല, അതും ഒക്കെ ഒന്നാണ്. AP ഞങ്ങൾ ആശയമായിട്ട് ഒന്നാണ്. സംഘടനാ വ്യത്യാസമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ കുടുംബത്തില് ഒരു ഫാമിലി 3 ആൺകുട്ടികളെ നോക്കിക്കോ. ഈ 3 ആൺകുട്ടികൾ എന്ത് ചെയ്യും? അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറെ വീടെടുത്ത് പോകും. എന്തിനാ വീടെടുത്ത് പോണത്? അതിന് വീട്ടിലെ സൗകര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അടുത്ത് താമസിച്ചാൽ വേറെ വീട്ടിൽ എന്ന മാതിരിയാണത്. ഒക്കെ ഒരേ സംഘടനയാണ്, ഒരേ ആശയമാണ്. പക്ഷെ ആ സൗകര്യത്തിന് വേണ്ടി, സംഘടനാ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടിയിട്ട് 2-3 സംഘടനകളായിട്ട് ഉണ്ടാവും. അതാണ് വ്യത്യാസം. മനസ്സിലായി? അല്ലെന്തൊരു ആശയ വ്യത്യാസമല്ല. ആശയങ്ങൾ സുന്നത്തമാർ നല്ല ഒക്കെ ഒന്നാണ്. നമ്മളൊക്കെ ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. ഞാനെന്റെ ജീവിതത്തിൽ ഒരു ഏൽപ്പിക്കാരനാണെങ്കിലും ഈക്ക് പണ്ടിയത് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഉസ്താമരെ പഠിപ്പിക്കുന്നത് എല്ലാവരും ബഹുമാനിക്കണം. പിന്നെ ചില അഭിപ്രായത്തിൽ അത് കാലാകാലത്തുണ്ടായിട്ടുണ്ട്. ആ സംഘടന അഭിപ്രായ വ്യത്യാസമാണ്. അത് ആശയമല്ല. പക്ഷെ മറ്റേതങ്ങനെയല്ല. മറ്റു വഹാബികൾ എന്ന് പറഞ്ഞാല് അത് അടിത്തറ മണ്ണാണ്. അവരെന്നെ പരസ്പരം 8 ഗ്രൂപ്പാണ്. എന്നിട്ട് പരസ്പരം കാഫറാക്കുക. നമ്മൾ പരസ്പരം കാഫറാക്കണ്ട. നമ്മൾ പറഞ്ഞത് 2 കൂട്ടർ സുന്നികളാണ്. പക്ഷെ വഹാബികൾ എന്താ പറഞ്ഞത്? 8 കൂട്ടറും പറഞ്ഞത് അവർ കാഫറ, അവർ ഇസ്ലാമെന്ന് പുറത്താണ്. അത് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തെഗ്ദാനങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ട് ദിവസമായിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തി മുന്നോട്ട് വരാം. മനസ്സിലായില്ലേ? അതെ പഠിച്ചാൽ അപ്പൊ അത് അംശമൊക്കെ തീരുവണ്ടേ. എന്റെ ഈ 2 വിഷയം എനിക്ക് ഉള്ളത് എന്റെ ചിന്തയിലുള്ള ഈ വിഷയമാണ്. അപ്പൊ ഈ വിഷയം എന്ത് ചെയ്യാം? സംശയം ചോദിച്ചിട്ട് മനസ്സിലാക്കാം, അതിന് പിൻവാങ്ങാം. ഓക്കെ, അതായത് ചെയ്യേണ്ടത്. ഓക്കെ.